OnePlus 10 Pro smartphone with power and elegance. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലെറ്റ്സ് വെൽക്കം ടു ടെക് റിവ്യൂസ് ഓൺ മലയാളം. OnePlus 2022 പുറത്തിറക്കിയ ഫ്ലാഗ്ഷിപ്പ് മോഡലിലുള്ള ഒന്നാണ് OnePlus 10 Pro. നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യമായി നമുക്കിതിൻ്റെ വൈബ്രൻറ്റ് റെഡ് കളറിലുള്ള ബോക്സ് എടുത്തൊന്ന് അതിനകത്ത് എന്തൊക്കെ അവൈലബിൾ ആണെന്ന് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യമായി സ്മാർട്ട് ഫോണും അതിനോടൊപ്പം കുറച്ച് ഡോക്യുമെൻറ്റ്സുമാണ് കാണുന്നത്. പിന്നീട് കാണുന്നത് 80 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറും Type A to Type C കേബിളുമാണ്. ഇതിനോടൊപ്പം ഒരു കേസും കൂടി വന്നിരുന്നു. അതിപ്പോൾ ഈ ബോക്സിൽ അവൈലബിൾ അല്ല. സോ ആദ്യമായി നമുക്കിതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 6.7 ഇഞ്ചിൻ്റെ LPTO2 ഫ്ലൂയിഡ് അമോലെഡ് ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. ഇതിന് 120 Hz റിഫ്രഷ് റേറ്റും HDR10+ൻ്റെ സപ്പോർട്ടും ഉണ്ട്. 1300 nits പീക്ക് ബ്രൈറ്റ്നസ് ഈ ഡിസ്പ്ലേ തരുന്നുണ്ട്. അത്യാവശ്യം റൗണ്ടഡ് ആയിട്ടുള്ള കോർണേഴ്സുള്ള കർവ്ഡ് ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. അതിന് ഗൊറില്ല വിക്ടസിൻ്റെ പ്രൊട്ടക്ഷനും ഉണ്ട്. ആൻഡ്രോയിഡ് 12 ഔട്ട് ഓഫ് ദ ബോക്സ് വന്നിരുന്ന ഈ ഫോൺ ഇപ്പോൾ ആൻഡ്രോയിഡ് 15 പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ OnePlusൻ്റെ ഓക്സിജൻ OS ആണ് ഇതിൻ്റെ UI ആയി വരുന്നത്. സ്നാപ്ഡ്രാഗൺ 8 Gen 1 4nm ചിപ്സെറ്റിൽ വരുന്ന ഈ ഫോണിന് Adreno 730യുടെ GPU ആണുള്ളത്. 8GB ആൻഡ് 12GB എന്നിങ്ങനെയുള്ള LPDDR5 റാം ഓപ്ഷനിൽ വരുന്ന ഇതിൻ്റെ മെമ്മറി വരുന്നത് 128GB മുതൽ 512GB വരെ ഉള്ള UFS 3.1 ആണ്. 5000 mAhൻ്റെ ലിഥിയം പോളിമർ ബാറ്ററിക്ക് 80 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. ഇതുകൂടാതെ 50 വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ്ങും റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും ഈ ഫോൺ സപ്പോർട്ടീവാണ്. ഇൻ ഡിസ്പ്ലേ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ്, NFC, ബ്ലൂടൂത്ത് 5.2 എന്നിങ്ങനെയുള്ള ഫീച്ചേഴ്സിനൊപ്പം OnePlusൽ കണ്ടുവരുന്ന സ്ലൈഡർ ബട്ടണും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിൽ വരുന്ന ഇതിൻ്റെ ബാക്ക് ക്യാമറയിൽ 48 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ലെൻസും 8 മെഗാപിക്സലിൻ്റെ 3.3x ഒപ്റ്റിക്കൽ സൂം തരുന്ന ടെലിഫോട്ടോ ലെൻസും 50 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസുമാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ക്യാമറയ്ക്ക് മൾട്ടി ഡയറക്ഷണൽ PDIFും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും കൊടുത്തിട്ടുണ്ട്. ടെലിഫോട്ടോ ലെൻസിനും PDIFും OISും സപ്പോർട്ടീവാണ്. ഹാസൽബ്ലാഡുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ക്യാമറകളാണ് OnePlus ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ 32 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ലെൻസാണ്. ഇതിന് HDR സപ്പോർട്ടും 30 FPS വരെയുള്ള ഫുൾ HD വീഡിയോസും റെക്കോർഡ് ചെയ്യാവുന്നതാണ്. വോൾക്കാനിക് ബ്ലാക്ക് ആൻഡ് എമറാൾഡ് ഫോറസ്റ്റ് എന്നിങ്ങനെയുള്ള 2 മെയിൻ കളർ ഓപ്ഷനിലാണ് ഇത് വന്നിരുന്നത്. ഇതുകൂടാതെ പാണ്ട വൈറ്റ് എന്ന ഒരു എക്സ്ട്രീം എഡിഷൻ കളറും അവർ ഇതിന് നൽകിയിരുന്നു. അണ്ടർ ഡിസ്പ്ലേ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ നല്ല ഫാസ്റ്റായിട്ട് തന്നെ ഫോൺ അൺലോക്ക് ആക്കി തരുന്നുണ്ട്. ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ് നോക്കുകയാണെങ്കിൽ ഓക്സിജൻ OSലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഓക്സിജൻ 15 OSലാണ് ഇപ്പോൾ ഈ ഫോണുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ഫാസ്റ്റായിട്ടുള്ള ആനിമേഷൻസും ഫാസ്റ്റായിട്ടുള്ള റെസ്പോൺസുമാണ് ഇതിനുള്ളത്. നല്ല സ്മൂത്തായിട്ട് നമുക്ക് UI യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മുകളിൽ നിന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു വിഡ്ജറ്റ്സ് ഡോറാണ് ആദ്യമായി കാണുന്നത്. ഇതല്ലാതെ ടോപ്പ് റൈറ്റ് കോർണറിൽ നിന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്വിക്ക് പാനൽ സെറ്റിങ്സും മറ്റും ഇവിടെ കാണാൻ സാധിക്കുന്നു. OnePlus ഫോണുകളുടെ മറ്റൊരു പ്രത്യേകതയാണ് ആപ്പിൾ ഐഫോണുകൾ കണ്ടുവരുന്നത് പോലെയുള്ള റിങ്ങർ ബട്ടൺ. ഇത് യൂസ് ചെയ്ത് സ്ലൈഡ് ചെയ്ത് കഴിയുമ്പോൾ റിങ്, സൈലൻറ്റ്, വൈബ്രേഷൻ എന്നീ മോഡുകൾ ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഫോൺ അൺലോക്ക് ആക്കേണ്ട ആവശ്യം പോലും ഇതിനകത്തില്ല. സിം ട്രേ നോക്കിക്കഴിഞ്ഞാൽ 2 നാനോ സിം ഇടാനുള്ള ഓപ്ഷൻ കാണാവുന്നതാണ്. എന്നാൽ മൈക്രോ SD കാർഡുള്ള ഓപ്ഷൻ ഇല്ല. അതുപോലെ തന്നെ ഈ സിം ഇടാനുള്ള ഓപ്ഷനും ഇതിനകത്ത് അവൈലബിൾ അല്ല. ഇനി നമുക്കിതിൻ്റെ ക്യാമറ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയുള്ളൊരു ഇൻ്റർഫേസാണ് കാണുന്നത്. ഇതിനകത്ത് വിവിധ തരത്തിലുള്ള ക്യാമറ മോഡുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. 150 ഡിഗ്രി വ്യൂ പോയിൻ്റുള്ള ഒരു ഫിഷ് ഐ ലെൻസാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അതുപോലെ തന്നെ 0.6 സൂമുള്ള അൾട്രാ വൈഡ് ലെൻസും 3.3x വരെ സൂം ചെയ്യാവുന്ന ഒപ്റ്റിക്കൽ സൂം ചെയ്യാവുന്ന ടെലിഫോട്ടോ ലെൻസുമാണ് ഇതിനകത്തുള്ളത്. ഇത് യൂസ് ചെയ്ത് 30 fps വരെയുള്ള ഡിജിറ്റൽ സൂമിങ് നമുക്ക് അവൈലബിൾ ആണ്. പോർട്രേറ്റ് ഫോട്ടോസ് 1x 2x എടുക്കാൻ സാധിക്കുന്നു.
വീഡിയോ റെക്കോർഡിംഗ് നോക്കുകയാണെങ്കിൽ 24 FPS വരെയുള്ള 8K വീഡിയോസും 120 FPS വരെയുള്ള 4K വീഡിയോസും നമുക്കിതിനകത്ത് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സ്ലോ മോഷൻ വീഡിയോസ് റെക്കോർഡ് ചെയ്യുന്നതിനായി 240 FPS വരെയുള്ള ഫുൾ HD വീഡിയോസും 480 FPS വരെയുള്ള 720p യിലുള്ള വീഡിയോസും നമുക്ക് ഇതിനകത്ത് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ ക്യാമറയിലെടുത്തുള്ള കുറച്ച് ഫോട്ടോ ആൻഡ് വീഡിയോ സാമ്പിൾസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫോർ കെ റെസൊല്യൂഷനിൽ 60 FPS റിഫ്രഷ് റേറ്റുള്ള വീഡിയോ ആണ് ഈ കാണുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് വരെയുള്ള വീഡിയോസ് എടുക്കാമെങ്കിലും അത് സ്ലോ മോഷനൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. തേർട്ടി FPS ഫുൾ HD വീഡിയോ റെക്കോർഡിംഗ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സാമ്പിളാണ് ഈ കാണുന്നത്. കർവ്ഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ വീഡിയോ വ്യൂവിംഗ് എക്സ്പീരിയൻസ് നല്ല മികച്ച എക്സ്പീരിയൻസും തരുന്നു. ബെസൽസ് ഒന്നും ഇല്ലാതെ ഒരു ഇൻഫിനിറ്റി ഡിസ്പ്ലേ പോലെ നമുക്കിത് ഫീൽ ചെയ്യുന്നുണ്ട്. 4K വീഡിയോ പ്ലേബാക്കും സ്റ്റീരിയോ സ്പീക്കേഴ്സും കൂടി ആകുമ്പോൾ നല്ല മികച്ച ഒരു വ്യൂവിംഗ് എക്സ്പീരിയൻസ് ഈ ഫോൺ തരുന്നുണ്ട്. നമുക്കിതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് കേട്ട് നോക്കാം. ഇനി നമുക്ക് ഗെയിമിംഗ് പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 1 ചിപ്സെറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല പെർഫോമൻസ് ഇത് തരുന്നുണ്ടെങ്കിലും ഹീറ്റിംഗ് ഒരു ചെറിയ ഇഷ്യൂ ആണ്. കുറച്ച് നേരം കളിക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ ഹീറ്റിംഗ് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ലോങ് ടൈം ഗെയിം പ്ലേയിൽ ഇതത്ര സുഖമായി തോന്നുന്നില്ല. എന്നിരുന്നാലും ഇതുപോലെ ഗെയിമിംഗ് മോഡൊക്കെ കൊടുത്ത് നമുക്ക് പെർഫോമൻസ് അഡ്ജസ്റ്റ് ചെയ്ത് അത്യാവശ്യം ഗെയിം കളിക്കാനൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഗെയിം കളിക്കുമ്പോഴുള്ള പെർഫോമൻസിൽ ഒട്ടും തന്നെ ലാഗൊന്നും അനുഭവപ്പെടുന്നില്ല. നല്ല ഫ്ലൂവൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ഗെയിമിംഗ് കളിക്കാം. എന്നാൽ ഹീറ്റിംഗ് ഉള്ളതുകൊണ്ട് അധികം നേരം കളിക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ. ക്യാമറ യൂസ് ചെയ്യുമ്പോഴും ചാർജ് ചെയ്യുമ്പോഴും ഇതേ ഹീറ്റിംഗ് അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ബാറ്ററി ബാക്കപ്പ് 5000 mAh ഉള്ളതുകൊണ്ട് കുറച്ച് പരിമിതമാണ്. സോ എല്ലാ OnePlus ഫോണുകളെ പോലെ തന്നെ പെർഫോമൻസ് ആണ് സാറേ ഇവൻ്റെ മെയിൻ. നല്ല മികച്ച പെർഫോമൻസും അത്യാവശ്യം നല്ല ക്യാമറ ക്വാളിറ്റിയും കുറച്ചൊക്കെ ഗെയിം കളിക്കാൻ പറ്റിയ ഒരു നല്ല ഫോൺ തന്നെയാണ് OnePlus 10 Pro. അപ്പോൾ ഇതുപോലുള്ള ഫോണുകൾക്കായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ ഇതുപോലുള്ള വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.